കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 59 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരച്ചും കൊണ്ട് അവർ പട്ടണത്തിൽ ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വാഗൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട്. ആര് കേൾക്കുമെന്ന് അവർ പറയുന്നു. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കും. നീ സകല ജാതികളെയും പരിഹസിക്കും. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. വചനഭാഗം നമ്മളെ കേൾക്കുമ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. സകല ജാതികൾക്കും ദൈവമായ കർത്താവ്, മുഖപക്ഷമില്ലാത്ത കർത്താവ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ കാണുവാൻ, സകലർക്കും സാക്ഷ്യപ്പെടുത്തുവാൻ, സകലരും ഈ ദൈവസ്നേഹം അനുഭവിപ്പാൻ, സകലർക്കും ഈ ദൈവകൃപ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലൊരു സാക്ഷിക്കായി കർത്താവ് അടിയനെ തിരഞ്ഞെടുത്തതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കർത്താവെ, ദൈവം തന്ന നന്മയല്ലാതെ മറ്റൊന്നുമില്ല. സകല മഹത്വവും പുകഴ്ചയും എൻ്റെ കർത്താവിന് കൊടുക്കുന്നു. ആമേ, സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരണമേ. നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്ന വചനം. നീതികെട്ട ദ്രോഹികളെ കുറിച്ച് പറഞ്ഞ സന്ധ്യാസമയത്ത് മടങ്ങി വരുന്നു എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നുള്ള ഒരു അനുഭവം അത് നമ്മൾ അതിനകത്ത് കാണുകയാണ്. സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു. നായെപ്പോലെ കുരച്ചും കൊണ്ട് അവർ പട്ടണത്തിന് ചുറ്റും നടക്കുന്നു. അവർ തങ്ങളുടെ വാഗൊണ്ട് ശകാരിക്കുന്നു. വാളുകൾ അവരുടെ അധരങ്ങളുണ്ട്. ദോഷം വാക്കുകൾ പറഞ്ഞ് നീതികെട്ട ദ്രോഹികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവിടെ വായിക്ക് സമാധാനം ഉണ്ടാവത്തില്ല. അവരുടെ അധരം ഇടതടവില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരുടെ നാവ് ഒരു മൂർച്ചയുള്ള വാൾ പോലെയാണ്. വാളുകൾ അവരുടെ അധരങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത്. ആര് കേൾക്കുമെന്ന് അവർ പറയുന്നു. അപ്പോൾ ദൈവമക്കളെ, ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പറ്റത്തെ അവിടെ നമ്മളെ കേൾപ്പിക്കുകയാണ്. എങ്കിലും യഹോവേ, നീ അവരെ ചൊല്ലിച്ചിരിക്കുമെന്ന്. ചിലപ്പോൾ ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പലരുടെയും വായിൽ നിന്ന് വേദനിക്കുന്ന വാക്കുകൾ, ഹൃദയത്തെ മുറിക്കുന്ന വാക്കുകൾ ഒക്കെ കേട്ടിട്ട് സങ്കടത്തോടെ ആയിരിക്കും ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊക്കെ കേൾക്കുമ്പോഴും ഒന്നോർക്കുക, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി നിന്ന വഹിച്ച ദൈവത്തെ ഒന്ന് ഓർത്തുകൊണ്ട് മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിൽ ശരണമാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തോട് അടുത്ത് വരിക. ദോഷവാക്കുകൾ കേട്ടതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ തെറ്റിപ്പോകാനിടയാകരുത്, തളർന്നു പോകാനിടയാകരുത്, സങ്കടപ്പെടാനിടയാകരുത്. ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ കേൾക്കേണ്ടി വന്നാലും കർത്താവിൻ്റെ കൃപ നമ്മളെ വിട്ടു മാറത്തില്ലല്ലോ. ആമേ, സ്തോത്രം. അതുകൊണ്ട് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, നീ സകല ജാതികളെയും പരിഹസിക്കും. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. സ്തോത്രം. ദാവീദ് രാജാവിൻ്റെ ഈ സങ്കീർത്തനം വളരെ മനോഹരമാണ്. അതിൻ്റെ 9-ാം വാക്യം, എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ആമേ. ഇതുപോലുള്ള നിന്ന വാക്കുകളും പരിഹാസങ്ങളും ഊരിയ വാള് പോലെയാണ് ചിലരുടെ അധരം. അതേപോലെ ദുഃഖം അനുഭവിക്കുന്ന ആരെങ്കിലും ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, 9-ാം വാക്യമാണ് പ്രധാനപ്പെട്ട ഭാഗം. എൻ്റെ ബലമായുള്ളവേ, ഞാൻ നിന്നെ കാത്തിരിക്കും. ദൈവം എൻ്റെ ഗോപുരമാകുന്നു. സ്തോത്രം. നിന്ദിക്കുമ്പോഴും പഠിക്കുമ്പോഴും ആ വാക്കുകളെ കേട്ട് കലങ്ങി മറിഞ്ഞു പോകാതെ വിളിച്ച ദൈവത്തെ നോക്കുക, സൗഖ്യമാക്കിയ ദൈവത്തെ ഓർക്കുക, സമാധാനം തന്ന ദൈവത്തെ നോക്കുക. ക്രിസ്തുയേശുവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ ബലമായുള്ള കർത്താവിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പോൾ നിന്ദയും പരിഹാസങ്ങളും
അതേപോലുള്ള മാനസിക ഭാരങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് സമാധാനം കൊടുക്കണേ, ആർക്കും ഒരാപത്തിനൊരുത്തും വന്ന് ഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നിന്ന വാക്കുകൾ കേട്ട്, പരിഹാസത്തിന്റെ വാക്കുകൾ കേട്ട് മാനസികമായി ഭാരനുഭവിച്ചുകൊണ്ട് കർത്താവെ, നിന്റെ മക്കള് ഇന്ന് ഈ ശുശ്രൂഷ കൂടുമ്പോൾ നിന്റെ പിതാവിന്റെ സന്നിധി, എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് ആപത്ത് പുലർത്തുമ്പോൾ നിന്റെ മക്കളെ കാക്കണമേ കർത്താവെ. ഇത്രമാത്രം നിന്ന കേട്ടും പരിഹാസം കേട്ടുകൊണ്ടും കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മക്കൾ ആത്മാവി ബലപ്പെടുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും കർത്താവ് എടുത്ത് മാറ്റിക്കൊണ്ട് എല്ലാവരെയും ദൈവാനുഗ്രഹിക്കണേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.